അപ്പൊ ഞാൻ ദേ വാമന ഒന്ന് കാണിച്ചു തരാം. എവിടെ ചേട്ടാ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യണം ഞാൻ വീഡിയോ ചെയ്യണേ. അപ്പേ സംഭവം എന്താന്ന് വെച്ചാല് നമുക്കൊരു കിഡിലൻ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഒരു 15 കിലോ എൻ്റെ അടുത്ത് എന്തായാലും ഉണ്ട്. 15 കിലോ ഒക്കെ മുകളിലുണ്ട്. എന്താന്നൊക്കെ ഞാൻ പറയാം. അതിന് തന്നെ അകത്തോട്ട് കയറട്ടെ. വിളിച്ചോ. അയ്യോ നോനോ അല്ല വേറൊന്നുമല്ല, എന്നോട് വെയിറ്റ് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടിലാണ്. സാധാരണ തൊട്ടിലല്ല, മൊബൈൽ ആപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് തൊട്ടിലാണ്. കിടിലൻ സാധനം. പൊട്ടിക്കാം. അങ്ങോട്ട് വെച്ചോ. ഇതേ ഒരു ജിമ്മിൽ പോകാനുള്ള വകുപ്പുണ്ട്. അപ്പൊ ദേ വന്നി. അപ്പൊ ഈ സംഭവം ഇങ്ങനെ നല്ല വെയിറ്റ് ആണ്. പക്ഷെ ഇതിങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരുടെ സഹായം ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും. നമുക്കെന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഞാനാണ് ഇത് ഫിക്സ് ചെയ്യാൻ പോണത് അല്ലേ? ഫിക്സ് ചെയ്യാൻ പോണത് അല്ല, ഇത് ഫിക്സ് ചെയ്യാനായിട്ട് സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. ഇത് എവിടെ നിന്നാണ്, ആരാണ് അഴിച്ചതെന്നൊക്കെ ഉള്ളത്. അതെന്തായാലും പൊട്ടിച്ച് കഴിഞ്ഞ് ഇതിന്റെ ഭംഗി കണ്ടിട്ട് പറയാം. ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷെ ഇതിന്റെ ഉള്ളിലെല്ലാം ടൈറ്റ് പാക്കിംഗ് ആണ്. ഇങ്ങനെയാണ് ഈ സാധനം വന്നത്. ഇത് നമുക്ക് വന്നത് ഗുജറാത്തിൽ നിന്നാണ്. ഗുജറാത്ത്. അതെ. അപ്പം ഇത് നമ്മുടെ വാവക്ക് കിട്ടിയ ഏറ്റവും ഇപ്പം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ. 12,000 റേറ്റ് ഉണ്ട്. 13 രൂപയുടെ റേറ്റ് ക്രാഡിലിന്. 13 രൂപ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ തൊട്ടില് റേറ്റ് കൂടുതലാന്ന് ചോദിക്കും. അതിനുള്ള സാധനങ്ങളുണ്ട്. ഇത് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ആട്ടാനും സ്പീഡ് കൂട്ടാനും കുറക്കാനും സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു മോഡൽ സാധനമാണ്. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞുംബാവനെ കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞുംബാവതേ ഒന്ന് ഉറങ്ങാനുള്ള ഒരു പരിപാടി നടത്തുന്നതാണ് അല്ലേ? ഉറങ്ങുന്നു ഒന്നില്ല. കുഞ്ഞുമ്പാവക്ക് 1.5 മാസത്തിന്റെ ഇഞ്ചക്ഷൻ എടുത്തു. 1.5 മാസം കഴിഞ്ഞ ആഴ്ച പുള്ളിക്കാരന് ചെറിയ പനി കാര്യങ്ങളൊക്കെ ഉള്ള കാരണം വീണ്ടും ഒരാഴ്ച വൈകി. പനിയുള്ളപ്പോൾ നമുക്ക് വാക്സിൻ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വാക്സിൻ 3 സ്ഥലത്താണ് കുത്ത്. അപ്പോൾ അത് കാരണം കാലുവേദനയും കൈവേദനയും പിന്നെ പനിയും ഒക്കെ ഉണ്ടായിരുന്നു. കരച്ചിലാണ്. അപ്പം ഇപ്പം വേണ്ടത് ഓണത്ത് കിടക്കണ്ടിട്ടാ. അമ്മ ഇവിടെ പാറൂട്ടനെ കുളിപ്പിക്കണേണ്. അമ്മ പാറൂട്ടന്റെ എൻട്രി ഇപ്പൊ അല്ലേ? ഇപ്പൊ എൻട്രി കാണിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി ആയി കഴിഞ്ഞ എൻട്രി. അപ്പൊ ഞാൻ വാമന ഒന്ന് കാണിച്ചു തരാം. എവിടെ അപ്പൊ ഞങ്ങൾക്ക് 56 കഴിഞ്ഞിട്ട് 56 ദിവസം ആയി. നോക്കാറൊന്നും ആയിട്ടില്ല. നമ്മൾ വിളിക്കുന്നിടത്തോട്ട് നമ്മുടെ ഫേസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടില്ല. അത് എത്ര മാസം? അല്ല, നമ്മുടെ സൗണ്ട് കേട്ടാ നോക്കും. നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോ ഇങ്ങനെ സ്ലോ മോഷനിൽ തിരിഞ്ഞ് അല്ല, അത് നോക്കും. നമ്മൾ കൈ ഇപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോ ആ സൈഡിലോട്ട് തന്നെ നോക്കൂല. ഇല്ല, നമ്മൾ കൈയും ടോയ്സ് ഒക്കെ കാണിക്കുമ്പോ അവൻ നോക്കും. നമ്മുടെ ഫേസിലോട്ട് കറക്റ്റ് അവൻ പോയിന്റ് ചെയ്യാറില്ല ഇപ്പോഴും. അതെനിക്ക് തോന്നുന്നു 2 മാസമൊക്കെ കഴിയണമെന്ന് തോന്നുന്നു. 2 മാസം കഴിഞ്ഞാലേ ആവുള്ളൂ. അപ്പൊ നമ്മുടെ ആ സാധനം നമുക്ക് പൊട്ടിച്ചാലാ? സാധനം പൊട്ടിച്ചിട്ട് വാവൻ അതിലിട്ട് അട്ടി നോക്കണം. അതെ. പിന്നെ നമുക്ക് പൗർണമിക്ക് കാണിച്ചും കൊടുക്കണം ഈ സാധനം. പൗർണമി കാത്തിരിക്കുന്നതാണ്. പൗർണമി പറയണ പൗർണമി പൊട്ടിക്കോളുന്നാണ്. പൊട്ടിക്കാം. ഫ്ലാപ്പടി. അപ്പൊ നമ്മുടെ ബോക്സ് തുറക്കാൻ പോവാണ് കേട്ടോ. അതെ, ഞാൻ ആദ്യം തന്നെ തുറന്ന്, കാരണം വീട് എടുക്കുമ്പോൾ വേഗം കിട്ടാൻ വേണ്ടി. അപ്പോൾ ദേ നമ്മുടെ തൊട്ടിലിൻ്റെ എനിക്ക് തോന്നുന്നു വാവന കിടക്കുന്ന സംഭവമാണ് ഈ കാണുന്നത്. അപ്പോൾ ഓരോന്നിട്ട് ഞാനിവിടെ താഴെ വെക്കാം അല്ലേ? അതായിരിക്കും നല്ലത്. അപ്പൊ നമ്മളങ്ങനെ പറഞ്ഞ് നമ്മുടെ ആള് എത്തിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ ആള് വ്ളോഗർ പൗർണമി എത്തിയിട്ടുണ്ട്. പറഞ്ഞോ, എന്താണ് സംഭവം എന്ന് പറഞ്ഞോ. എന്തിനാണിത്? തൊട്ടിൽ എന്തിനാണ്? അതാണ് തൊട്ടിലിന്റെ ആവശ്യം. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ പാർട്സ് ആയിട്ട് താഴെ വെക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ വെച്ചേടാ. ടൈനി ടൈക്ക് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു കമ്പനിയിൽ നിന്നാണ് നമുക്ക് ഈ തൊട്ടിൽ വന്നത്. നമുക്ക് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇത് വന്നിട്ടുള്ളത്. റേറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഈ 13,000 രൂപയുടെ തൊട്ടിൽ മാത്രമല്ല കേട്ടോ, അതിനേക്കാളും കുറഞ്ഞ പല റേറ്റുകളിലും പല മോഡലുണ്ട്. അവരുടെ അത്യാവശ്യം ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് ഇത്. പിന്നെ ഈ ടൈനി ടൈക്ക് എന്ന് പറഞ്ഞത് പ്യുവറായിട്ട് കുട്ടികളുടെ ഐറ്റംസ് ഉള്ള ഒരു കമ്പനിയാണ്. തൊട്ടില് അങ്ങനെ വേണ്ട സാധനങ്ങൾ മെയിനായിട്ട് തൊട്ടില് തന്നെയാണ് ഇവരുടെ പരിപാടികൾ ഉള്ളത്. അതിനകത്ത് ഞാൻ കണ്ടു ഒരു 1300 ഒക്കെ തൊട്ടിലുകളുണ്ട്. സാധാരണ മോഡലും ഉണ്ട്. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. ഇത് അത്യാവശ്യം അത്യാവശ്യമല്ല, ഇത് അവരുടെ ഉള്ളതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയതാണ്.
ഓക്കെ, അപ്പൊ ഇത്രയും ഐറ്റംസ് ഇതിൽ തന്നെ ഉണ്ട്. ഇതിന്റെ പാക്കിംഗ് ഒക്കെ ഉണ്ടാ, നല്ല പക്കാ പാക്കിംഗ് കണ്ടാ, ഓരോ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ? അതെ, ഓരോന്നിനും നമ്പർ ഉണ്ട്. അപ്പൊ നമുക്ക് ഫിക്സ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. അതാണ് ഇവർ പറഞ്ഞത്, നമുക്ക് ഒരു ലേഡിക്ക് തന്നെ തനിയെ തന്നെ ഫിക്സ് ചെയ്യാനുള്ളൂ ഇത്. ഈ നമ്പറിന്റെ സാധനങ്ങൾ അപ്പൊ എവിടെയാണ് ഉള്ളത്? വേറെ ബുക്കിനകത്ത് അത് ബുക്കിൽ കറക്റ്റ് ആയിട്ട് ആ ഓർഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്പർ വൈസ് തന്നെ ഞാനെന്നാ ഇത് അൺബോക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ദേ നമ്മളെല്ലാം ബോക്സിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇങ്ങനെ, ഇതൊക്കെ സ്റ്റീലാണ് കേട്ടോ, സ്റ്റീലിനാണ് ഇതിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ ഇതൊക്കെ നമുക്കിനി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഫിക്സ് ചെയ്യും ഈ ഒരു തൊട്ടിൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ പ്ലാസ്റ്റിക്കും ഉണ്ട്. എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞേ? സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് വെച്ചാൽ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. തുരുമ്പിക്കാത്ത സ്റ്റീലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതായത് സ്റ്റെയിൻ വരാത്ത സ്റ്റീലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. മനസ്സിലായോ? അപ്പോൾ ഇത് ഓർഡറിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ, 2, 3, 4 ഇങ്ങനെ 8 ഐറ്റംസ്. ഈ ബാഗ് ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോകാനാ, അല്ലെങ്കിൽ ഭാവിയിൽ എങ്ങാടെങ്കിലൊക്കെ മാറ്റണമെങ്കിലൊക്കെ കൊണ്ടുപോകാനായിരിക്കും ബാഗുള്ളത്. ഇതൊന്നും എന്താണെന്ന് മനസ്സിലായിട്ടും കൂടി ഇല്ല ഈ സാധനങ്ങൾ. അത് എവിടെ വെക്കുന്നതെന്നൊരു പിടുത്തവും ഇല്ല. ഇതൊക്കെ ഓക്കെയാണ്, ഇതൊക്കെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. ഒരു സെറ്റിങ്സ് വീഡിയോ കൂടി ഉള്ളതല്ലേ, അതിന് എളുപ്പമാണ്. അപ്പം നമ്മൾ ഇത് സിമ്പിളാണ് കാണിക്കാൻ. കാരണം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മൊത്തത്തിലുള്ള പാക്കിന്റെ വെയിറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്യാവുന്നുള്ളൂ. പക്ഷെ നല്ല വെയിറ്റ് തന്നെ ഉണ്ടാവും. എനിക്ക് തന്നെ പൊക്കിക്കൊണ്ട് വന്നിട്ട് എനിക്ക് നല്ല ഇത് തോന്നി. കാരണം 10-15 കിലോന്റെ മുകളിലുണ്ട്. കാരണം 20 കിലോ വരെയുള്ള വെയിറ്റ് ക്രാഡിൽ തന്നെ കൊള്ളാൻ പറ്റുള്ളൂ. 20 കിലോ വരെ വെയിറ്റ് കൊള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഏകദേശം 2.5 വയസ്സ് വരെ നമുക്ക് കുഞ്ഞുങ്ങളെ ഇതിൽ കിടത്താൻ പറ്റും. പിന്നെ ഇത് ഒരു കുട്ടിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു 5-10 കുട്ടിക്ക് ഇത് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. അതെ, നമുക്ക് കൈമാറ്റം ചെയ്യാം. പണ്ടൊക്കെ മരത്തിന്റെ തൊട്ടിലൊക്കെ പണിത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ചെയ്യാം. വെള്ളം കുടിച്ചു, കൊമ്പത്ത് നോക്കിയിരുന്നു, ദൂരെ ദൂരെ കളി പറഞ്ഞു, കണ്ടാ. പിന്നെ ഞങ്ങളെ ഗൈസ് ഇന്നലെ ഞങ്ങള് കാവടി കാണാൻ പോയി. അതായത് ചെറായിപ്പൂരത്തിന്റെ ഭാഗമായിട്ട് 2024 കാവടി. അപ്പൊ ആ വീഡിയോ ഞാൻ ഇട്ടിരുന്നു കേട്ടാ. അതിൻ്റെ അകത്തൊരു സംഭവം സംഭവിച്ചു. എന്തായിരുന്നത്? കാവടിയുടെ ഇടയ്ക്ക് ഉറങ്ങുമോ ആരെങ്കിലും? ഹലോ, എന്താ ആനക്കുട്ടൻ? നിന്റെ അനിയൻകുട്ടൻ അല്ലേ? കാലക്കൂടെ വെച്ചൊന്നും കളിക്കുന്നതാണ്. അപ്പൊ അതേ വാവനെ നോക്കണ ആളാരാണെന്ന് പറഞ്ഞ ചേച്ചിയാണ് വാവനെ നോക്കണത്. അല്ലേ? വാവനെ കുളിപ്പിക്കണത് എല്ലാം ചേച്ചിയാണ്. ചേച്ചിയാണോ കുളിപ്പിക്കണത്? ചേച്ചിയല്ല, അമ്മ. നമ്മുടെ കുഞ്ഞുകുട്ടനോട് കിടപ്പുണ്ട്, നോക്കി കിടപ്പുണ്ട്. അപ്പൊ അതേ നമ്മുടെ തൊട്ടിലിന്റെ സ്റ്റാൻഡ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇതൊക്കെ പല പാർട്സ് ആയിരുന്നു, നിങ്ങൾ കണ്ടില്ലേ? ഇത് നമ്മൾ ഓരോന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് ഇവിടെ 2 കൊടുത്തുണ്ട്. ഇവിടെയാണ് നമ്മൾ തൊട്ടിൽ തൂക്കണതേ. അതിന് മുന്നേ കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് ചെയ്യാൻ. അതാണ് പൗർണമി പറയണ കേട്ടാ. കണ്ടാ, നമുക്ക് ABCD ഒക്കെ അറിയാം അല്ലേടാ? ഇതൊന്ന് എടുത്തു തരും നമുക്ക്. നമുക്ക് എടുത്തു കൊടുക്ക്, നീ അല്ലേ ഹെൽപ്പർ. അപ്പൊ നമ്മള് ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മള് നമ്മുടെ ഈ തൊട്ടിലിന്റെ ക്ലോത്ത് ഇല്ലേ, അതിന്റെ അടിയിൽ ഈ ഒരു സംഭവം കൂടെ വെച്ച് കൊടുക്കും കേട്ടോ. ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് എടുത്തതാണ്. സിമ്പിളാണ്. ചിലപ്പോൾ കാണുമ്പോൾ വിചാരിക്കും മാരകപ്പണിയാന്ന് വിചാരിക്കും. അതെ, മാരകപ്പണിയൊന്നും ഇല്ല, സിമ്പിൾ പണിയാണ്. പിന്നെ നമ്മള് നല്ലോണം ഓരോന്നും ഫിക്സ് ചെയ്ത് എടുക്കണമല്ല. നമ്മള് ഡൂക്ലി കാണിച്ചിട്ട് ഇപ്പൊ ഇവള് ചെയ്ത പരിപാടി ഞാൻ കാണിച്ചു തരാം. ഈ സാധനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പരിപാടി. ഈ 4 പൈപ്പ് അങ്ങനെ വട്ടം വെക്കണം. സോ സിമ്പിൾ. ഞാനൊക്കെ ആണെങ്കിൽ ഇതിപ്പോ ഒരു 5 സെക്കൻഡ് മതി അല്ലേ? യെസ് അതാണ്. എനിക്ക് 5 സെക്കൻഡ്, ഇവക്ക് 2.5 മണിക്കൂർ. പണി ഇത് ശരിക്കും അമ്മമാർ ഒറ്റയ്ക്ക് ചെയ്യേണ്ട സാധനമാണെന്ന് അവർ പറഞ്ഞു നമ്മളോട്. പിന്നെ നമ്മുടെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഒരു അമ്മക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. അങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം അവർ കൊടുത്തിരിക്കുന്നത്. പുറത്തുനിന്ന് ആളെ വിളിക്കുകയോ അല്ലെങ്കിൽ വേറെ അന്വേഷിച്ച് പോവുകയോ വേണ്ട.
എല്ലാ സാധനങ്ങളും പക്കയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏറ്റവും വിശദ കാര്യങ്ങൾ ഈ ബുക്കിൽ വീഡിയോയിലുണ്ട്. ഇത് കണ്ടാ തൊട്ടിലിൻ്റെ ഈ സാധനം കെട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കെട്ടേണ്ട വീഡിയോ മാത്രം വരും. ഇത് കെട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതി. ഇനി ഇത് ഫുള്ള് ഉള്ള വീഡിയോ വേറെ ഉണ്ട്. കണ്ടോ ഇതൊരു പേപ്പറാണ്. ഇതിൽ മാനുവൽ പേപ്പറായിട്ട് എല്ലാ സാധനങ്ങളുടെ പേര്, എന്തിനാണ് അത്, എങ്ങനെയാണ് സേഫ്റ്റി മെഷേഴ്സ്, ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. കണ്ടോ ഇവർക്ക് വേറെ പ്രൊഡക്റ്റുകളുണ്ട് കേട്ടോ. കണ്ടോ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക്. ഏത് സാധനമാണ് ഈ സാധനം? ഓക്കെ, ഇതിൻ്റെ പേരാണ് PVC പൈപ്പ്. ഓക്കെ, പിന്നെ ഞാൻ വേറൊരു സംഭവം കൂടി ഇതിൻ്റെ ഇടയിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമ്മുടെ ക്രാഡിലിൻ്റെ അടുത്ത 3ാമത്തെ പേപ്പർ. ഇതിൽ വരുന്നത് ഈ മൊബൈൽ ആപ്പിൻ്റെ മെക്കാനിസമാണ്. ഈ മൊബൈൽ ആപ്പ് നമുക്ക് വരുന്നത് ആൻഡ്രോയിഡിലും ഉണ്ട്, ആപ്പിൾ സ്റ്റോറിലും ഉണ്ട്, iOS-ലും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ സംഭവങ്ങൾ ഒരു 13 സ്റ്റെപ്പായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്ന സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നമുക്കറിയാം, നമ്മൾ സ്ഥിരം ആപ്ലിക്കേഷൻസൊക്കെ എല്ലായിടത്തും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളല്ലേ, അതേപോലെ തന്നെ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിനകത്ത് പ്രത്യേക ഒരു കാര്യം ഇവർ നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ ബേബി വെയ്റ്റിനനുസരിച്ച് വേണം ഈ തൊട്ടിൽ ആട്ടാനായിട്ട്. കാരണം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ കൈ കൊണ്ട് ആട്ടുന്ന തൊട്ടിലാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപാട് സ്പീഡിൽ കുട്ടികളെ ആട്ടരുത്. അതിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട, ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് കാണാം പലതും സംഭവിച്ച്. കുഴപ്പമില്ല. അപ്പോൾ അതേ ഇവിടെ കുഴഞ്ഞിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇപ്പം ലൈവായിട്ട് കിട്ടി കുഴഞ്ഞിട്ടാ. ഇനി എൻ്റെ സഹായം വേണ്ടി വരും അല്ലേ? അപ്പം എൻ്റെ സഹായം അഭ്യർത്ഥിച്ചോ. നേരത്തെ എനിക്ക് അഹങ്കാരം എന്ന് പറഞ്ഞല്ലേ നീ? ഇല്ലില്ല, മര്യാദക്ക് ഒന്നും കൂടി പറ. അവറ്റകളുടെ കരച്ചിലേ കാണാൻ എന്തൊരു സുഖം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ തൊട്ടിൽ ഏകദേശം ഫിനിഷിംഗ് ലെവലിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കൊളുത്തും കൂടെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നെറ്റ് ഉണ്ട് കേട്ടോ. ഇത് നെറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് സിബ് ഉണ്ട് 3 സൈഡിൽ. ഇത് നമുക്ക് പൂട്ടി ഇങ്ങനെ അങ്ങോട്ട് കിടക്കാം, ഭദ്രമായിട്ട് കിടത്താം. എന്താണ് സാധനം? അയ്യ, അത് ഫോണൊന്നുമല്ല. അപ്പൊ എൻ്റെ ഒരു കുഞ്ഞ് ഹെൽപ്പ് കിട്ടിയപ്പോഴൊക്കെ എന്താ ഇങ്ങനെ ആയിട്ടത് അല്ലേ? അപ്പൊ ഇനി ഉണ്ടല്ലോ സാധനം. അതെന്താണ്? തൊട്ടിൽ കിടത്തണ അമ്മമാരുടെ നൈറ്റിയാ? അതായത് നമുക്കിപ്പോ എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ മുഷിയുമല്ല. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് 2 ക്രാഡിൽ ക്ലോത്ത് നമുക്ക് പിങ്ക് കളർ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? മനസ്സിലായി. നമുക്ക് അത് കഴുകി വാഷ് ചെയ്യാനൊക്കെ ഇടുന്ന സമയത്ത് ഇനി ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം വെച്ചിട്ട്. ഇനി പിങ്ക് ഇഷ്ടമല്ലെങ്കിൽ വേണമെങ്കിൽ ബ്ലൂ ഉപയോഗിക്കാം. അതെ, പിങ്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ബ്ലൂ ഉപയോഗിക്കാം. പിന്നെ പൗർണമിയുടെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, പൗർണമി കാർട്ടൂൺ കണ്ട് കണ്ട് പിങ്കിനോടാണ് താല്പര്യം അല്ലേ? അപ്പൊ അത് മാറ്റിയെടുക്കണം. അപ്പൊ അതേ ഷൈജാമ്മ തൊട്ടിലിന്റെ ശരിയാക്കണ ഇടയിൽ ജ്യൂസായിട്ട് വന്നിട്ടുണ്ട്. എന്ത് ജ്യൂസാണ്? ലെമൺ, അതായത് നാരങ്ങ. കുടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം. ഞാൻ പണിയെടുത്ത് ക്ഷീണിച്ചത് ഞാനാണ്. അപ്പൊ ഇവിടെ ഇരിപ്പണ്ട കേട്ടാ, നൈസായിട്ട് വന്ന്. ഫീഡിങ് മമ്മിയാണ്, എനിക്ക് വിശക്കും. അപ്പൊ എന്തൊക്കെയാണ് ഫീഡിങ് മമ്മി കഴിക്കണത്? ഞാൻ കഴിക്കുന്നത് ചോറ്, പൊട്ടിറ്റോ ചെമ്മീൻ വറുത്തരച്ച കറി, ആൻഡ് ചെമ്മീൻ ആൻഡ് അച്ചിങ്ങ മെഴുക്ക് വരട്ടി. ചെമ്മീൻ, അച്ചിങ്ങ, തോരൻ. ചില നാട്ടിൽ തോരൻ എന്ന് പറയും, ചില നാട്ടിൽ മെഴുക്ക് വരട്ടി എന്ന് പറയും. നമ്മുടെ എറണാകുളം ജില്ലയിൽ ഇതിനൊക്കെ ഒലത്തെന്ന് പറയും. അതാണ് വ്യത്യാസം. ഓരോ നാട്ടിൽ ഒരേ പേര് പറയും. അപ്പൊ കഴിക്ക്, ഫുഡ് കഴിക്ക്. വിശപ്പുണ്ടോ? വിശപ്പുണ്ടാവും, പണിയെടുത്താണല്ലോ. അപ്പം ഞാനും പൗർണമിയും കൂടി തൊട്ടിലിനടുത്തുണ്ടാവും. കഴിയുമ്പോൾ അങ്ങോട്ട് ബസ്സും പിടിച്ചു പോവാം. ഓക്കെ, ബൈ. അപ്പോൾ ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഫിറ്റ് ചെയ്തത് ഇത്രയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ തൊട്ടിൽ. അപ്പോൾ നമുക്ക് ഈ തൊട്ടിൽ ഹാങ് ചെയ്യാനായിട്ട് 2 സംഭവങ്ങളുണ്ട് കേട്ടോ. അതെ, ഈ തൊട്ടിൻ്റെ സെൻറ്ററിൽ കണ്ട ഇത് വേണം നമ്മളിപ്പോൾ ഇത് ഹാങ് ചെയ്തേക്കണത്. ഇത് കൂടാതെ വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് ടൈനി ടൈക്കിൻ്റെ ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കണക്ട് ചെയ്യാത്താലാണ് നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പ് വഴി ഈ തൊട്ടിൽ ഇങ്ങനെ ചലിപ്പിക്കാൻ പറ്റണത്. മനസ്സിലായില്ലേ? അതെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇത് ഇതിന്റെ മോട്ടറാണ്, ഇത്ര ഉള്ളു പരിപാടി. ഇത് ഇതിന്റെ മോട്ടറാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചേട്ടാ, ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യണം ഞാൻ വീഡിയോ ചെയ്യണില്ല. ഞാനത് കാര്യമായിട്ട് പറഞ്ഞു കൊടുത്താണ്, അത് മനസ്സിലാവണ്ടേ? നീ ഇത് മൊബൈൽ ആപ്പ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാണ്. ഇനി ബാക്കി പറഞ്ഞോ. ഈ സംഭവം വെച്ചിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഉണ്ണിയപ്പം പോലെ ഇരിക്കണം.
ഇത് ശരിക്കും അമ്മ തന്നെ വേണമെന്നില്ല ഫിറ്റ് ചെയ്യാനുണ്ട്, കൊച്ചിന് തന്നെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെറുതെ ഈ നടുക്ക് കുഞ്ഞിനെ വെറുതെ കിടത്താനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കിടത്തിയിട്ട് നമുക്കിപ്പോൾ ഇതിന് ഒരു ബെഡ് ഇതിന് ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമ്മുടെ ബേബി ബെഡില്ല, ബേബി ബെഡ് ഇതിൽ ഇട്ടിട്ട് നമുക്ക് കിടത്താം. പിന്നെ കൊച്ചിതിൽ എന്തെങ്കിലും മൂത്രമൊഴിക്കും, ഇപ്പോൾ നമ്മൾ ഡയപ്പറൊക്കെ യൂസ് ചെയ്യൂലല്ലോ എപ്പോഴും, അപ്പോൾ നമുക്കൊരു ഡ്രൈ ഷീറ്റൊക്കെ വിരിച്ചിട്ട് അവനെ കിടത്താവുന്നതാണ്. ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കലി തൊട്ടിലാട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സംഭവത്തിലേക്ക് ഇത് മാറ്റണം. ഓക്കെ, അപ്പോൾ ഇത് മാറ്റാനൊക്കെ സിമ്പിളാണ് കേട്ടോ, കാരണം ഈ ക്ലോത്ത് തന്നെ ഇതിൽ കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്കിത് ഊരി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ തൊട്ടിലെങ്ങനെ ആടും എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലെ നമ്മൾ ബ്ലൂടൂത്ത് ആയിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് നമുക്കിത് ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രാഡിൽ ഓൺ ചെയ്തു. ഇപ്പോൾ നമ്മുടെ ക്രാഡിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്, കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ 30 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 30 മിനിറ്റോ 60 മിനിറ്റോ ഒക്കെ സെറ്റ് ചെയ്തിടാം. അതുപോലെ സ്പീഡ് കണ്ട, സ്പീഡിനാണ് ഈ ഒരു ക്ലോക്ക് പോലത്തെ സംഭവം കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ വെച്ചിട്ട് സ്പീഡ് ഇങ്ങനെ കൂട്ടി കൊടുക്കാം. കുട്ടികളുടെ വെയിറ്റ് അനുസരിച്ചിട്ട് സ്പീഡിൽ വേരിയേഷൻ വരും. ഇപ്പോൾ 0 to 3 kg വരെ ഒരു സ്പീഡാണ്, 3 to 5 kg വരെ കുറച്ചും കൂടെ സ്പീഡാകാം. അങ്ങനെ അതിൻ്റെ കറക്റ്റ് സംഭവങ്ങളൊക്കെ എഴുതിയ നമുക്ക് ബുക്കിൽ, ഒരു ബുക്ക് ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചു തന്നില്ലേ, അതിൽ കറക്റ്റായിട്ടെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. അതായത് ഇവര് പ്രത്യേകം പറഞ്ഞു ബേബിയുടെ വെയിറ്റ് അനുസരിച്ച് സെറ്റ് ചെയ്യാൻ കൂട്ടി കൊടുക്കരുതെന്ന് പറഞ്ഞു. അത് നമുക്ക് അല്ലെങ്കിലും അറിയാം, ഇപ്പൊ തീരെ കുഞ്ഞു അവകളെ ഒരുപാട് ശക്തിയിൽ കയ്യിലിട്ട് പോലും ആട്ടാൻ പാടില്ലെന്ന് പറയും, കാരണം അത് അവരുടെ ബ്രെയിനിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. തല ഉറച്ചിട്ടുണ്ടാവില്ല, ലൈറ്റ് ആയിട്ട് ഉള്ള ഒരു ആട്ടം. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ച സ്പീഡ് അല്ല. ഇപ്പൊ ഒരു കാര്യം ഒരു പ്രത്യേകം പറഞ്ഞിരുന്നു, ഈ ഒന്നും ഇല്ലാണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കരുത്, ഇതിനുള്ളിൽ എന്തെങ്കിലും വെച്ചിട്ട് വേണം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ, എന്നാലും ഇതിന് വെയിറ്റ് വെച്ച് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. തൽക്കാലത്തേക്ക് ആ പില്ലോട് വെച്ചതിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഞാൻ ഞാനൊന്ന് മാവനെ കിടത്തി കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ വാവക്കുട്ടൻ അങ്ങനെ നമ്മുടെ ഇലക്ട്രിക് തൊട്ടിൽ കടന്നിരിക്കുന്നു. അപ്പം ഞാൻ ഒന്നും കൂടെ സ്പീഡ് കൂട്ടി കണ്ട, അപ്പോൾ ആ ഒരു വേരിയേഷൻ കണ്ട. അപ്പം നമ്മുടെ ഭാവിക്ക് 2 വരെ വരാട്ടോ. അപ്പം ഞാൻ സ്പീഡ് ഒന്നും കൂടെ കൂട്ടി കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരാട്ടം കിട്ടിയാൽ നന്നായിട്ട് ഉറങ്ങുമല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ തൊട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്, കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ആട്ടി കൊടുക്കണ്ട, നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 13,000 റേഞ്ചിലുള്ള ക്രാഡിൽ മാത്രമല്ല കേട്ടോ, അതിന് താഴെ 6,000 അല്ലേ, 6,000 റേഞ്ചിലുള്ളതും അത്ര ചെറിയ ചെറിയ റേഞ്ചിലുള്ള തൊട്ടിലുകൾ, ഒരുപാട് തൊട്ടിലുകളും അതുപോലെ ഒരുപാട് ബേബി പ്രൊഡക്ട്സ് ഒക്കെ ടൈനി ടൈക്കിലുണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം വരും, ഇത് വല്ല ഷോക്ക് അടിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ഇലക്ട്രിക് പ്രോബ്ലം ഉണ്ടാകുമെന്ന്. അങ്ങനെ ഉണ്ടാവത്തില്ല, കാരണം നമ്മുടെ കറണ്ട് ഇതിലാണ് കണക്റ്റിംഗ് വന്നത്. കറണ്ടും തൊട്ടിലും തമ്മിൽ യാതൊരു കണക്റ്റിംഗ് ഇല്ല. അതിലൊരു മോട്ടർ കണ്ട ഇവിടെ വർക്ക് ചെയ്തിട്ട് ഈ ഒരു സംഭവത്തിൽ ഇതിങ്ങനെ ആടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷോക്ക് പ്രൂഫാണിത്, ഷോക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല കേട്ടോ. അങ്ങനെയല്ല, ഇലക്ട്രിക് കേൾക്കുമ്പോൾ പലർക്കും ഒരു പേടി ഉണ്ടാവുമല്ലോ, ആ പേടി ഇതിൽ അല്ല, അങ്ങനെ ഒരു കണക്ഷനും വരുന്നില്ല. കാരണം ഈ ഒരു ഇരുമ്പിലേക്ക് വരുന്നത് നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ സംഭവമാണ്. തൊട്ടിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഷോക്കും ഇല്ല, ഒന്നും മേടിക്കേണ്ട കാര്യമില്ല, കറണ്ടിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഈ തൊട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തൊട്ടിലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും പറയണം. അതുപോലെ നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലൊക്കെ ഭയങ്കര നല്ലതാണ്. കാരണം ഇപ്പോൾ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് കളയാൻ പറ്റുന്ന ഒരുപാട് തൊട്ടിലുകൾ നമുക്കറിയാമല്ലോ, അങ്ങനത്തെ തൊട്ടിലുകൾ. ഇത് അങ്ങനെയല്ല, നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്തുന്നതാണ്. ടാറ്റാ.